നമ്മുടെ എയർലൈൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം. തുറമുഖ ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗത്തിനൊപ്പം തന്നെ ചർച്ചയായ മറ്റൊരു വിഷയമാണ് അതിന്റെ വിവർത്തനം. എന്തായാലും വിവർത്തനം നടത്തിയ പള്ളിപ്പുറം ജയകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് ആദ്യ തവണയല്ല പ്രധാനമന്ത്രിക്ക് വിവർത്തനം ചെയ്യുന്നത്. ഇന്ന് എന്താണ് സംഭവിച്ചത്? ഇന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് സ്ക്രിപ്റ്റ്, അദ്ദേഹം ഒരു ഷെഡ്യൂൾഡ് സ്ക്രിപ്റ്റ് തന്നിരുന്നു. പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ SPGയിൽ ഉള്ളവർ പറഞ്ഞു, അദ്ദേഹം പല സ്ഥലങ്ങളിലും ഇത് കൂടാതെ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. എനിക്കിതിനു മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് ഇന്ന് അവിടെ ഒരു ടെക്നിക്കലി ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ നിന്ന പോഡിയത്തിനടുത്ത് വച്ചിരുന്ന ഔട്ട്പുട്ട് ഓഡിയോ നന്നായിട്ട് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തു. അദ്ദേഹം പല സ്ഥലത്തും കൂട്ടിച്ചേർത്ത് പറഞ്ഞു. എങ്കിലും ഈ ഒരു സ്ഥലത്ത്, അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഞാൻ അത് അദ്ദേഹം പറഞ്ഞത് വ്യക്തമായി എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. വിവർത്തനം ചെയ്ത ശേഷം, അതായത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിന്റെ എന്ന് പറയുന്നത് എയർലൈൻസ് എന്നായിപ്പോയി. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് ഈ സ്ക്രിപ്റ്റിൽ ഉള്ളതായിരുന്നു. അത് ഉള്ളതായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഞാനത് തിരുത്തി. പിന്നെ അത് അങ്ങനെയല്ല, ഒരു ക്ഷമാപണം നടത്തി ഇതാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നതിനിടയിൽ മോദിജി ചിരിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് കടന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ അതിനെ ഇറക്കി കയറി ഇടപെടാൻ കഴിഞ്ഞില്ല. ബാക്കി തുടർന്ന് ഞാൻ അവസാനം വരെയും നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. തിരിച്ച സമയത്ത് അതായത് മനസ്സിലായി, തെറ്റായി മനസ്സിലായി. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരുപക്ഷെ മലയാളം കേട്ടാൽ നന്നായി മനസ്സിലാവും. അതുകൊണ്ടായിരിക്കും. സ്ക്രിപ്റ്റിലില്ലാത്ത മറ്റെല്ലാം പ്രധാന ഭാഗങ്ങൾ, ഒരുപക്ഷെ VN വാസവന്റെ പ്രസംഗം എടുത്തു, അതെല്ലാം സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. അതിലൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം വളരെ VN വാസവന്റെ പ്രസംഗം, ശങ്കരാചാര്യജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ജോർജ് കുര്യൻ സാറ് രാഷ്ട്രപതിയോടൊപ്പം പോയത്, ഇതൊന്നും അതിലില്ലായിരുന്നു. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇവിടെ ഒരു യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഓഡിയോ പ്രശ്നമാണ്. എനിക്കത് വ്യക്തമായി കേൾക്കാൻ ആ സമയത്ത് കഴിഞ്ഞില്ല. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി, സർക്കാരാണോ താങ്കൾ ആരാണോ? ഇത് വെറുതെ ഞാൻ വളരെ കാലം കൊണ്ട് പ്രധാനമന്ത്രിയുടെ, അദ്ദേഹം 2014 വന്ന കാലം മുതൽ ധാരാളം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഡൽഹി പോയി അദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കൊരു അവസരം എന്നെ തേടി വന്നതാണ്. സർക്കാരാണ് നിർദ്ദേശം നൽകാൻ കളക്ടറേറ്റ് ചെയ്യുന്ന അവർക്ക് നമ്പർ കൊടുത്തു, അങ്ങനെ അവർ വിളിച്ചു, അതേ ഉള്ളൂ. അപ്പോൾ അവർ ആരും ഇതിനകത്ത് ഇൻവോൾവ് അല്ല. ഒരു രാഷ്ട്രീയം പറയുന്നത് അതിനകത്ത് രാഷ്ട്രീയം എന്താണ് അല്ല, എനിക്ക് വേറെ പ്രശ്നമില്ല. ഞാൻ 5 വയസ്സ് മുതൽ BJPയുടെ അനുഭവിയാണ്. സർക്കാർ സർവീസിലായിരുന്നതുകൊണ്ട് ഞാൻ പരസ്യമായ പ്രവർത്തനമില്ലെങ്കിലും ഞാൻ വ്യക്തമായി BJP അനുഭവം, റിട്ടയർഡ് ആയതിനു ശേഷം വ്യക്തമായ രാഷ്ട്രീയ ചായ്വുള്ള ആളാണ്. മോദിജിയുടെ ആരാധകനാണ്. അതാണ് എൻ്റെ ഒരു പ്രധാന കാര്യം. അതുകൊണ്ട്